What is principal diagnosis and first listed diagnosis? ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ്. മോസ്റ്റ്ലി പ്രിൻസിപ്പൽ ഡയഗ്നോസിസിനെയും ഫസ്റ്റ് ലിസ്റ്റ് ഡയഗ്നോസിസിനെയും നമ്മൾ സിമിലർ ലൈക്ക് കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇറ്റ് ഹാസ് സം ഡിഫറൻസസ്. പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ആൻ IP അഡ്മിഷൻ. ലൈക്ക് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ പേഷ്യൻസ് അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ. അത് ആഫ്റ്റർ ടെസ്റ്റ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലി ഡയഗ്നോസ് ചെയ്യുന്ന ആ മെയിൻ റീസൺ ഫോർ അഡ്മിഷൻ ആണ് പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ആയിട്ടൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ലൈക്ക് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് അതുപോലെ തന്നെ ടെസ്റ്റിനും കാര്യങ്ങൾക്കും ഒക്കെ ശേഷം വി ഐഡന്റിഫൈ ദാറ്റ് പേഷ്യന്റ് ഇസ് ഹാവിംഗ് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആ ഒരു ഡയഗ്നോസിസ്, ആ ഒരു ഫൈനൽ ഡയഗ്നോസിസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം like we are going to write this diagnosis as the principal diagnosis. So AMI is the like the final diagnosis or the principal diagnosis of this patient. That is the main reason for the admission. There will be only one principal diagnosis. What is the first listed diagnosis? First listed diagnosis nu parayumbodthenu it is the main reason for visit in the OP settings. Like that can be a final diagnosis or may not be a final diagnosis. For example, കഫ് ആയിട്ടൊരു പേഷ്യന്റ് ഇനീഷ്യലി ഒരു ഡോക്ടറിനെ കാണാൻ വന്നു. ഇറ്റ്സ് ഓൺലി 2 days കഫ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കഫിന് മെഡിസിൻസ് ഒക്കെ കൊടുത്തു പേഷ്യന്റിനെ ലൈക്ക് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗിൽ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലിസ്റ്റ് ഡയഗ്നോസിസ് ആയിട്ട് നമ്മൾ കഫ് ആയിരിക്കും നമ്മൾ ഡയഗ്നോസിസ് ഡോക്യുമെന്റ് ചെയ്യുന്നത്. അതേസമയം മേ ബി ആഫ്റ്റർ 2 years 2 days നമ്മൾ കഫൊന്നും കുറവില്ല. സോ വെൻ ദ പേഷ്യന്റ് കെയിം ബാക്ക്, അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തു. ദെൻ വി റൂൾഡ് ഔട്ട് ദാറ്റ് ദിസ് പേഷ്യന്റ് ഇസ് ഹാവിംഗ് ബ്രോങ്കൈറ്റിസ്. സോ ബ്രോങ്കൈറ്റിസ് ഇസ് ആക്ച്വലി ദ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ഓർ ദി ഫൈനൽ ഡയഗ്നോസിസ്. സോ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഇസ് ഇൻ ദ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്. ദാറ്റ് ഇസ് എ റീസൺ ഫോർ ദ പേഷ്യൻസ് വിസിറ്റ്. അതായത് ഇറ്റ് ക്യാൻ ബി എ ഫൈനൽ ഡയഗ്നോസിസ് ഓർ സംടൈംസ് ഇറ്റ് ക്യാൻ ബി ദ സിംറ്റം ആസ് വെൽ. അതായത് നമ്മളൊരു ഫൈനൽ ഡയഗ്നോസിസ് ഐഡന്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈവൻ എ സിംറ്റം ക്യാൻ ബിക്കം എ ഫസ്റ്റ് ലിസ്റ്റഡ് ഡയഗ്നോസിസ്. That is a small difference between a principal diagnosis and a first listed diagnosis. Hope you all understand.